അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. അന്ന് പല ആളുകളും ചോദിച്ച ചോദ്യമായിരുന്നു ഇനി ഈ മൃതദേഹങ്ങൾ എങ്ങനെ തിരിച്ചറിയുമെന്നത്. ഉറ്റവരുടെ മരണവാർത്തയറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയിരിക്കുന്നവർക്ക് കണ്ടു മനസ്സിലാക്കാവുന്ന തരത്തിലല്ല മൃതദേഹങ്ങളുള്ളത്. പിന്നെ എങ്ങനെ തിരിച്ചറിയും? മുഖമോ മറ്റ് ശരീരഭാഗങ്ങളോ നോക്കി ആളെ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ DNA ടെസ്റ്റിലൂടെയാണ് കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയുന്നത്. കത്തിക്കരിഞ്ഞതോ പഴകിയതോ ഏത് നിലയിൽ മൃതദേഹം ലഭിച്ചാലും അതിൽ നിന്ന് DNA ടെസ്റ്റ് നടത്തി ഒരു പരിധിവരെ ആളെ തിരിച്ചറിയാനാകും. എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് നോക്കാം. ലോകത്തെ ഓരോ ആളുകളിലും വിരലടയാളവും ജനിതഘടനയും വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയുടേതിന് സമാനമായ വിരലടയാളമോ ജനിതഘടനയോ മറ്റൊരാൾക്കും ഉണ്ടായിരിക്കില്ല. ഈ സവിശേഷ ജനിതക കോഡിനെ അടിസ്ഥാനപ്പെടുത്തി ആളുകളെ തിരിച്ചറിയുന്ന ശാസ്ത്രീയ പരിശോധനാ രീതിയാണ് DNA പ്രിന്റിംഗ്. ശരീരത്തിലെ ഏതെങ്കിലും കോശം, രക്തം, ഉമിനീർ, രോമം തുടങ്ങിയ എന്തിൽ നിന്നും DNA വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. DNA ഫിംഗർ പ്രിന്റിംഗിൽ വ്യക്തിയുടെ ശരീരഭാഗത്ത് നിന്ന് DNA വേർതിരിച്ചെടുക്കുകയും ഷോർട്ട് ടാൻഡം റിപ്പീറ്റുകൾ എന്നറിയപ്പെടുന്ന ജീനോമിന്റെ പ്രത്യേകതകൾ വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. വ്യക്തിയുടെ DNA ഘടന മനസ്സിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ DNA സിഗ്നേച്ചറുകളുണ്ട്. DNA മാത്രം പരിശോധിച്ചതുകൊണ്ട് ആളാരാണെന്ന് അറിയാൻ കഴിയില്ലെങ്കിലും വ്യക്തിയുടെയും ബന്ധുവിന്റെയും DNA താരതമ്യപ്പെടുത്തി ആളെ കണ്ടെത്താൻ കഴിയും. രക്തബന്ധത്തിൽപ്പെട്ടവരുടെ DNA പാറ്റേണിൽ സമാനതകൾ ഉണ്ടാകും. മൃതദേഹത്തിൽ നിന്നും ലഭിച്ച DNAയുടെയും ബന്ധുക്കളുടെ DNAയും തമ്മിൽ താരതമ്യം ചെയ്തതാണ് മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്തുന്നത്. അടുത്ത ബന്ധുക്കളാണെങ്കിൽ ഈ സമാനതകൾ കൂടുതലായിരിക്കും. വിമാനാപകടത്തിലെ ഇരകളുടേതുപോലെ വലിയ തോതിൽ പൊള്ളലേറ്റ ശരീരത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാൻ കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഇത് സാധ്യമാണ്. ശരീരത്തിലെ മിക്കവാറും എല്ലാ കോശങ്ങളിലും DNA ഉണ്ട്. ഇനി കലകൾ കത്തിയാലും അസ്ഥികളിൽ നിന്നോ മുടിയിൽ നിന്നോ പോലും DNA കണ്ടെത്താനാവുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിയാണ്ടർത്താൽ ഉൾപ്പെടെയുള്ള പുരാതന മനുഷ്യന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും ശാസ്ത്രജ്ഞർ വിജയകരമായി DNA വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അത്രയും പഴക്കമുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും DNA വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്നും DNA വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപകടം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സമയത്തിനാണ് പ്രാധാന്യം. വേഗത്തിൽ പ്രക്രിയകൾ തീർക്കുന്നതിനായിരിക്കും മുൻഗണന നൽകുക. DNA കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി 2 ദിവസത്തെ സമയമാണ് സാധാരണ ആവശ്യമായി വരുന്നത്. ഇത്രയും വലിയ ദുരന്തം സംഭവിക്കുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആളുകളെ തിരിച്ചറിയാതെ പോവുക എന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. DNA ഫിംഗർ പ്രിന്റിംഗ് അപകടം സംഭവിച്ചവരുടെ കുടുംബത്തിന് സങ്കീർണമായ സാഹചര്യത്തിൽ അല്പം ആശ്വാസം നൽകും.